കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കണ്ടിട്ട് ചോദിച്ചു, വിഷ്ണു എന്താ ഇതിന്റെ ബയോളജിക്കൽ വാർ എന്തായി? എന്റെ ബയോളജിക്കൽ വാർന്ന്, അതായത് എന്റെ ബയോളജിക്കൽ വാർ പെർഫെക്റ്റ് ആണ്, എനിക്ക് ഈ ശരീരത്തിനെ കുറിച്ച് എല്ലാം അറിയാം. അതായത് ഏതൊരു ഡോക്ടർ അല്ലെങ്കിൽ ഏതൊരു സയന്റിസ്റ്റിനെ കാട്ടിയും ഈ ശരീരം എന്താണ്, ഈ ശരീരത്തിനെ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പോഷിപ്പിക്കും എന്നുള്ള അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ജ്ഞാനം എനിക്കുണ്ട്. ഓക്കെ, അതായത് ഞാൻ വെല്ലുവിളിക്കുന്നത് ഏത് ഡോക്ടർമാർക്കും എന്നോട് വന്ന് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, ഡെന്റൽ ഡോക്ടർമാർക്കാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ആയുർവേദിക് ആണെങ്കിലും ആർക്കും. ആയുർവേദിക് വേണ്ട, ആയുർവേദിക് ഞങ്ങളുടെ ആൾ തന്നെയാണ്. ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റും ആയുർവേദിക് ആണ് റിലാക്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അലോപ്പതി അല്ലെ വലിയ വലിയ ഡോക്ടറാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, MD MBBS ഇതെല്ലാവർക്കും വരാവുന്നതാണ്. പക്ഷെ ഈ ശരീരം എന്താണ്, ഈ ശരീരത്തെ എങ്ങനെ പോഷിപ്പിക്കും, ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ നടത്തും എന്നുള്ള അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അറിവ് തന്നെയാണ് റിലാക്സ് ഫോർസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതായത് ഞങ്ങളുടെ ക്ലയൻസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റിലാക്സ് ഫോർസിന് അഭയം പ്രാപിക്കുന്ന ആൾക്കാരെ ആരും ബയോളജിക് വാറിലും അതോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങളുടെ ശരീരം, അവരുടെ മനസ്സ്, അവരുടെ സന്തോഷം, സമാധാനം, ആരോഗ്യം ഇതെല്ലാം ഞങ്ങൾ നോക്കുന്നതാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഞങ്ങൾ ആശ്രയിക്കാത്ത ആൾക്കാരെല്ലാം എലികളെ പോലെ ഇങ്ങനെ വിഷം കഴിച്ച് അങ്ങനെ മരിച്ചു പോകുന്നതാണ്. കാരണം മരണം വേണം ഇവിടെ, അല്ലേ? മരണവും ജനത്തോടൊപ്പം തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് അവര് മരിക്കാൻ നമുക്ക് വിടാം. പക്ഷേ കുറെ ആൾക്കാർ ഈ പറയുന്ന TVയെയും മീഡിയനെയും ഇത്രയും വിശ്വസിക്കുന്നു. അതായത് നമ്മളല്ലേ ഒരുപാട് ആരാധനയാണ് സിനിമാ നടന്മാരോടും എല്ലാം, ഭയങ്കര ആരാധനയാണ്. പക്ഷെ അവർ ആ ഒരു ഫ്രെയിമിന്റെ ഉള്ള ആ ഒരു ഷൂട്ടിങ്, ആ ഒരു നാടകം എന്ന് പറയാം. ഓക്കെ, അതായത് വെറും ഒരു ആക്ടിങ്, അഭിനയിച്ചുകൊണ്ട് ഹീറോ ആവുന്ന ആൾക്കാർ. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഓക്കെ അവർ TV കാണുന്ന കാര്യം അല്ലേ, മന്ത്രിനെ ചീത്ത പറയുന്നു, പോലീസുകാരെ ഇടിക്കുന്നു, തീവ്രവാദികളെ കൊല്ലുന്നു. പക്ഷെ ഇവരെല്ലാവരും പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്രെയിം പോകുന്നുള്ള രീതിയിൽ അവർ സ്കിപ്പാക്കി വിടുന്ന ഒരു ആൾക്കാർ. അതായത് ഒരു മീഡിയനോട് പോലും എതിർത്ത് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരാണ് ഇവിടുത്തെ സൂപ്പർ ഹീറോസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വലിയ ബിസിനസ് ആൾക്കാർ, അല്ലെ? അവരെല്ലാവരും പണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പണം കൂട്ടുന്നതിന്റെ തിരക്കിലാണ്, സമ്പത്ത് കൂട്ടുന്നതിന്റെ തിരക്കിലാണ്. പക്ഷെ ഈ സമ്പത്തും പണവും എല്ലാവരും ബയോളജിക്കൽ വാർ കഴിഞ്ഞ് ആ ഒരു എക്സ്ട്രീം ആയി കഴിയുമ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് കൊണ്ട് ആ ഒരു ബാങ്കർസ് നടക്കും. അതാണ് ആ ഒരു എൻഡ്. പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല, അവർ പണം സമ്പാദിക്കട്ടെ, അല്ലേ? ഒരുപാട് വിഡ്ഢിത്തരങ്ങളായുള്ള നെസ്ലെ ഇതുപോലത്തെ മിഠായികളുടെ എല്ലാം പരസ്യങ്ങൾ കാണിക്കുന്നു സിനിമാ നടന്മാര്. അത് കഴിക്കും, ഇത് കഴിക്കും, സെവണപ്പ് കുടിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. എന്നാൽ ഇവളുമാരും അവന്മാരൊന്നും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അത് കൊടുക്കില്ല, അല്ലെ? പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അത് കണ്ടിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ അച്ഛനും അമ്മ അവർ വിഷം മേടിച്ച് കൊടുക്കുന്നു, അവർ കഴിക്കുന്നു, അവരില്ലാതാവുന്നു. കുഞ്ഞുങ്ങൾക്ക് എല്ലാം കണ്ണട വരുന്നു. എന്നിട്ട് ഇവിടെ ഓണം ഓഫർ, മെഗാ ഓഫർ എന്ന് പറഞ്ഞ് പിന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ഒരു കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം നിറച്ചും ബ്യൂട്ടി പാർലർ പോലെ ചെറുതുങ്ങളെല്ലാം ലിപ്സ്റ്റിക്കും മേക്കപ്പ് എല്ലാം ഇട്ട്. ഇതെല്ലാം ബയോളജിക് വാറിന്റെ എക്സ്ട്രീം ആണ്. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ റിലാക്സ് ഫോഴ്സ് അഭയം പ്രാപിക്കുന്ന ആൾക്കാർക്ക് ശരീരം എന്താണ്, ആ ഒരു ബുദ്ധി എന്താണ്, സമാധാന സന്തോഷം എങ്ങനെ കിട്ടും, നിങ്ങളെ കൊല്ലാനും നിങ്ങളെ നശിപ്പിക്കാനും വരുന്ന ബാഹ്യന്തര ശക്തികൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ആ ഒരു ലൈഫ് ലെസൺ ക്ലാസ്സും ഞങ്ങളുടെ ഒരു രക്ഷാ വലയം ആ ഒരു ഫ്ലാറ്റിലും വീട്ടുകാരുടെയും ചുറ്റുമുണ്ടാവും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ സിനിമാ നടന്മാർക്കും ബിസിനസ് ആൾക്കാർക്കും അവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞങ്ങളാണ്, യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും അതോടൊപ്പം തന്നെ റിലാക്സ് ഫോറസ്റ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഒരു ബയോളജിക്കൽ വാർ 2030 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇല്ലാതാക്കുന്നതാണ്.